എല്ലാ മലയാളികൾക്കും എൻ്റെ വിജയാശംസകൾ. ഇലക്ഷൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അല്പം തണുത്തെല്ലാവരും ഇരിക്കുകയായിരിക്കും. അന്നേരം ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് ഇത്ര തീവ്രമായി നമ്മളെ കേരളത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൂടത്ത് പലരും എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം 40 ഡിഗ്രിയും അതിന് മുകളിലും ഇപ്പോൾ കേരളത്തിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ചൂട് കാരണം പലപ്പോഴും നമ്മുടെ ഈ കൈകൾ ഈ ഭാഗം ഇവിടം, അതുപോലെ മുട്ടിനടിവശം, മുട്ടിൻ്റെ മടക്ക്, കാലിൻ്റെ പൊത്ത, ഇതൊക്കെ അങ്ങ് കണ്ടമാനം ചൊറിയുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു 10 പൈസ മുടക്കില്ലാതെ ഒരു ചെറിയ ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഈ ഐസ് ക്യൂബ് ഉണ്ടല്ലോ, ഇത് ഒരു 2 വെട്ടെടുക്കുക. ഇതിനകത്ത് നിന്ന് ഒരു തുണിക്കകത്തോട്ട് നമ്മൾ പൊതിയുക. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. ഈ ഐസ് ക്യൂബ് അതായത് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു തുണിക്കകത്ത് പൊതിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു തുണിക്കകത്ത് പൊതിയുക. അതിനൊരു മുടക്കമുള്ള കാര്യമല്ല. നിങ്ങളുടെ എല്ലാം വീട്ടിലെ ഫ്രിഡ്ജിനകത്തൊന്നുള്ളത്. കാരണം നമുക്കിപ്പോൾ ഈ ചൂട് കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലൊക്കെ പറയുന്നത് ഈ വേദന പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൊറിഞ്ഞ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഈ ചൊറി പോലെ അങ്ങ് വരിക. ചൊറിഞ്ഞ് ഭയങ്കര ചൊറിച്ചിലും ഈ ചൂടിൻ്റെ ആധിക്യമാണ്. അതായത് പെട്ടെന്ന് ഒരു 10 പൈസ മുടക്കില്ലാത്തൊരു മാർഗ്ഗമായത്. ഇപ്പോൾ ഈ തുണിക്കകത്ത് ഇങ്ങനെ ഇത് ഐസാണ് ഇതിനകത്ത്. ഈ ഐസ് എടുത്തിട്ട് നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഭാഗത്ത്, അതുപോലെ തന്നെ ഈ വിരലിൻ്റെ ഭാഗത്ത്, ഈ കൈയുടെ ഈ ഷർട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ ഷർട്ടിൻ്റെ അടിവശത്താണല്ലോ വെയിൽ കൊള്ളുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ തൂക്കുക, അതുപോലെ തന്നെ ഈ കൈയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ നന്നായി തൂക്കുക. ഇതൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ തേച്ച് നമ്മൾ പിടിക്കുക. ഐസ് ക്യൂബ് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കുക, ഒരു തുണിക്കകത്ത് ഇടുക, ഇതിങ്ങനെ തേക്കുക. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പൊത്തയ്ക്ക് ഒക്കെ ചൊറിഞ്ഞ് പൊട്ടിച്ച് പോകുന്ന അവസ്ഥ ഇപ്പോൾ കാണും. പ്രത്യേകിച്ച് ഈ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തുകൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൊതുക് കടിക്കുമ്പോൾ ഇതങ്ങ് കൂടും, ഇത് അത്രമാത്രം ശക്തമായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാലിൻ്റെ നമ്മുടെ മുട്ടിനടിവശം, മുട്ടിൻ്റെ മടക്കിന്, കാലിൻ്റെ പൊത്ത, ഇവിടെയെല്ലാം ഈ ഐസിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കുക. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കുളിക്കുന്നതിന് മുമ്പോ കുളിക്കുക കഴിഞ്ഞോ ഡെയിലി ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ മതി. ഈ കൈയുടെ ചൊറിച്ചിലും മാറും. ഈ കൈ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുന്ന ചൊറിഞ്ഞ് പൊട്ടുന്നുണ്ട്. നിങ്ങൾ കൈ കിട്ടുന്നൊക്കെ ഇട്ട് ചൊറിയും. കാരണം പോയിട്ട് കിട്ടിയാൽ സ്പൂൺ ഇട്ട് കിട്ടിയാൽ എന്തോ കിട്ടിയാലും ഇട്ട് ചൊറിയും. അവൻ ഈ നഖം കൊണ്ട് ഇങ്ങനെ ചുമ്മാ വെറുതെ ചൊറിഞ്ഞ് ഒന്നും ചെയ്യണ്ട. ഈ ഐസ് കൊണ്ട് ഇങ്ങനെ ശരീരത്തിൻ്റെ ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത്, കാലിൻ്റെ മുട്ടിനടിവശമൊക്കെ അത്രയും ഭാഗം, അതുപോലെ തന്നെ മുഖത്ത് നല്ലപോലെ ഇങ്ങനെ ഈ മുഖത്ത് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ മുഖത്തെ നെറ്റിക്ക്, ഈ മൂക്കിന്, ഈ ഭാഗമെല്ലാം ഇങ്ങനെ. അപ്പോൾ ഈ ചൂടിൻ്റേതായിട്ടുള്ള എല്ലാ അലർജികളോ അല്ലെങ്കിൽ ചൊറിച്ചിൽ, അതുപോലെ തന്നെ ഈ ചൊറിഞ്ഞ് പൊട്ടുക, ഇതെല്ലാം മാറും. ഈ വെതറുണ്ടാകുന്നൊക്കെ പറഞ്ഞ് വെതറൊക്കെ പമ്പ കിടക്കും. അതുപോലെ ഈ കഴുത്തടികൾ ഇതെല്ലാം ഈ ഐസ് കൊണ്ട് ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ ഇത് വളരെ അത്യുത്തമമാണ്. ഇത് ഇന്ന് മുതൽ പരീക്ഷിക്കാവുന്നതാണ്. ഇത് 100% ഫലപ്രാപ്തമാണ്. ഓക്കെ, താങ്ക് യു.